Hello, are you looking for a fully funded research stay in Japan? Then this reel is for you. ഈ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് JSPS എന്ന ജാപ്പനീസ് ഏജൻസിയാണ്. JSPS ആണ് ജപ്പാന്റെ ഒഫീഷ്യൽ സയൻസ് ഫണ്ടിങ് ഏജൻസി. സോ 2 ടൈപ്സ് ഓഫ് ഫണ്ടിങ് ആണ് അവർ കറന്റ് ഓഫർ ചെയ്യുന്നത്. ഒന്ന് ഷോർട്ട് ടേമും ഒന്ന് ലോങ് ടേമും. ഷോർട്ട് ടേമിൽ മാക്സിമം നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുന്നത് 60 ഡേയ്സ് ആണ്. ലോങ് ടേം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം സ്റ്റേ ബാക്ക് ഇസ് 10 months. ഇതിന്റെ ഒരു മേജർ ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കൻസ് അല്ല, റാദർ ദ ആക്ച്വൽ ഹോസ്റ്റിംഗ് ഫാക്കൽറ്റീസ് ആർ എക്സ്പെക്ടഡ് ടു സബ്മിറ്റ് ദ പ്രപ്പോസൽ. ഈ ഒരു പ്രപ്പോസലിന്റെ ഭാഗമായിട്ട് 2 ഡെഡ്ലൈൻസ് ആണ് യൂഷ്വലി ഉണ്ടാവുക. വൺ ഈസ് കോൾഡ് ആസ് ദ ഇന്റേണൽ ഡെഡ്ലൈൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ ഡെഡ്ലൈൻ. ഇന്റേണൽ ഡെഡ്ലൈൻ ഇൻ ദ സെൻസ് എല്ലാ യൂണിവേഴ്സിറ്റീസിനും പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഡെഡ്ലൈൻ ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ കീപ് ഓൺ ചേഞ്ചിങ് ഫോർ ഇൻഡിവിജ്വൽ ഏജൻസീസ്. എക്സ്റ്റേണൽ ഡെഡ്ലൈൻ ആണ് ജനറൽ ഡെഡ്ലൈൻ ഫോർ ഓൾ ദ യൂണിവേഴ്സിറ്റീസ്. ആ ഡെഡ്ലൈൻ വരുന്നത് ഈ മന്ത്, അതായത് ഓഗസ്റ്റ് 29 സോ നമ്മൾ ഈ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റിംഗ് ഫാക്കൽറ്റിയെ ഐഡന്റിഫൈ ചെയ്ത് അവരുമായിട്ട് മ്യൂച്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ജനറേറ്റ് ചെയ്യാണ് ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജ്. ഫോർ ദ ആപ്ലിക്കേഷൻ ലിങ്ക് ആൻഡ് ഫർദർ ഡീറ്റെയിൽസ് ജസ്റ്റ് ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് ഫോർ സിമിലർ കണ്ടന്റ്സ് കീപ് എ ട്രാക്ക് ഓൺ സ്കോളർ മലയാളി.